ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഈ ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഡെയിലി 1-2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും നിങ്ങൾക്കത് സ്വയം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് ആൻസർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും എക്സ്പ്ലനേഷൻ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, 50 കുട്ടികളുള്ള ഒരു വരിയിൽ വിജയ് ഇടത്തു നിന്നും 10ാമതും മനു വലത്തുനിന്ന് 20ാമതുമാണ് എങ്കിൽ വിജയിനും മനുവിനും ഇടയിൽ എത്ര കുട്ടികളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്കറിയാം ടോട്ടൽ എത്ര കുട്ടികളുണ്ട്. ടോട്ടൽ 50 കുട്ടികളാണ് ഉള്ളത്. ഓക്കെ, വിജയ് ഇടത്തു നിന്ന് 10ാമതാണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മനു വലത്തു നിന്ന് 20ാമതാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവർക്ക് 2 പേർക്കും ഇടയിലുള്ള കുട്ടികളുടെ എണ്ണം കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ എത്രയാണോ അതിൽ നിന്നും തന്നിരിക്കുന്ന സ്ഥാനങ്ങൾ ആഡ് ചെയ്തിട്ട് അത് മൈനസ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ തന്നിരിക്കുന്ന സ്ഥാനങ്ങൾ എത്രയാണ്? ടോട്ടൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം? തന്നിരിക്കുന്നത് 10ാമതാണ്, പിന്നെ തന്നിരിക്കുന്നത് 20ാമതാണ്. അപ്പോൾ രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യുക. 2 പേരുടെയും റാങ്കുകൾ തമ്മിൽ ആഡ് ചെയ്യുക. അത് ടോട്ടലിൽ നിന്നും മൈനസ് ചെയ്താൽ മതി. അതായത് 50 മൈനസ് 10 പ്ലസ് 20. അപ്പോൾ എത്ര കിട്ടും? 50 മൈനസ് 10ഉം 20ഉം 30 എന്ന് കിട്ടും. മൈനസ് ചെയ്യുമ്പോൾ 20 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു വരി തന്നിട്ട് 2 വ്യക്തികൾ തന്നിട്ടുണ്ട്. എന്നിട്ട് അവർക്കിടയിലുള്ള കുട്ടികളുടെ എണ്ണം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ടോട്ടലിൽ നിന്നുമാണ് മൈനസ് ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന റാങ്കുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് അത് ടോട്ടലിൽ നിന്നും മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ചിത്രത്തിലെ വിട്ടുപോയ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫിഗർ നോക്കുകയാണെങ്കിൽ നമുക്ക് 216 തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് താഴെ 2, 3, 1 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഫിഗറിൽ 2197 തന്നിട്ടുണ്ട്. താഴെ 8, 4, 1 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഫിഗറിൻ്റെയും റിലേഷൻ നമുക്ക് നോക്കിയിട്ട് വേണം ഈ 3ാമത്തെ ഫിഗറിൻ്റെ ഈ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനായിട്ട് അല്ലേ? അപ്പോൾ നമുക്കിതിൻ്റെ ഓരോ റിലേഷനും നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് എങ്ങനെയാണ് ഈ 2, 3, 1 എങ്ങനെയാണ് 216 കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 2, 3, 1 തന്നിട്ടുണ്ട്. ഇവിടെ 2 + 3 + 1 = 6 എന്ന് കിട്ടും. 6ൻ്റെ ക്യൂബ്. ഓക്കെ, 6ൻ്റെ ക്യൂബാണ് 216. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇതേപോലെ തന്നെ നമുക്ക് അവിടെയും ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഫിഗറും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. തന്നിരിക്കുന്ന സംഖ്യകൾ 8, 4, 1 ആണ്. അപ്പോൾ 2ഉം 3 സംഖ്യകളും കൂടിയിട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 13 എന്നാണ്. അപ്പോൾ 13ൻ്റെ ക്യൂബ് നമുക്ക് കണ്ടു നോക്കാം. 13ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 2197 തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. 13ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 2197 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 2 ഫിഗറിലും നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ 2 ഫിഗറിൽ നമ്മൾ ചെയ്തത് ഈ താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന സംഖ്യയുടെ ക്യൂബാണ് കാണുന്നത്. അപ്പോഴാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന സംഖ്യ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തേർഡ് ഫിഗറിൽ നമുക്ക് അതേപോലെ കണ്ടുപിടിക്കാമല്ലോ. തേർഡ് ഫിഗറിൽ 4 + 6 + 1 കാണുന്നു. ആഡ് ചെയ്യുമ്പോൾ 11 എന്ന് കിട്ടും. അപ്പോൾ 11ൻ്റെ ക്യൂബ് കണ്ടാൽ മതി. 11ൻ്റെ ക്യൂബ്, ആ 11ൻ്റെ ക്യൂബ് ആയിരിക്കും ഈ വിട്ടുപോയ സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ 11ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 1331 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാജു 12 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയ ശേഷം 3 കിലോമീറ്റർ തെക്കോട്ട് പോയി, പിന്നീട് 8 കിലോമീറ്റർ കിഴക്കോട്ട് പോയി എങ്കിൽ യാത്ര തുടങ്ങിയിടത്തു നിന്നുള്ള അകലം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഡയറക്ഷനൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ ആദ്യം 12 കിലോമീറ്റർ പടിഞ്ഞാറോട്ടാണ് പോകുന്നത്. അപ്പോൾ പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ നമുക്കറിയാം. നോർത്ത്, താഴെ സൗത്ത്, ഇവിടെ ഈസ്റ്റ്, ഇവിടെ വെസ്റ്റ് ആണെന്ന് അറിയാം. അപ്പോൾ പടിഞ്ഞാറോട്ടാണ് ആദ്യം പോകുന്നത്. പടിഞ്ഞാറോട്ട് 12 കിലോമീറ്റർ പോയി. അതിന് ശേഷം 3 കിലോമീറ്റർ തെക്കോട്ട് പോവാണ്. തെക്കോട്ട് എന്ന് പറയുമ്പോൾ താഴോട്ട് 3 കിലോമീറ്റർ പോയി. ഓക്കെ, 12 എന്ന് പറയുമ്പോൾ കുറച്ച് നീളം വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് പിന്നീട് 8 കിലോമീറ്റർ കിഴക്കോട്ട് പോയി. കിഴക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് ഡയറക്ഷൻ. 8 കിലോമീറ്റർ പോയി എങ്കിൽ യാത്ര തുടങ്ങിയിടത്തു നിന്നുള്ള അകലമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണേണ്ട അകലം തുടങ്ങിയത് ഇവിടെയാണ്.
ഓക്കെ, അവസാനിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ ഒരു അകലമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇത് കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇനി ഇവിടം വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ 3 തന്നെയാണ് ഇവിടെയും വരുന്നത് അല്ലേ. ഇനി ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്, ടോട്ടൽ 12 ആണ്. അതിൽ ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ ബാക്കി എത്രയുണ്ട്, 12ൽ നിന്നും 8 മൈനസ് ചെയ്യുമ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2 സൈഡ് കിട്ടി, 3, 4 കിട്ടി. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇതൊരു ത്രികോണമാണ് അല്ലേ. ഈ ഒരു സൈഡ് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് കർണമാണ് അല്ലേ. അപ്പോൾ അത് കാണാനായിട്ട് റൂട്ട് ഓഫ് എന്തായിരിക്കും, 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 പ്ലസ് 16 അതിൻ്റെ റൂട്ടായിരിക്കും. അപ്പോൾ 25ൻ്റെ റൂട്ട് എന്നായിരിക്കും. 25ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 5 ആണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കോഡ് ഭാഷയിൽ ട്രെയിനിനെ ബസ് എന്നും ബസ്സിനെ ട്രാക്ടർ എന്നും ട്രാക്ടറിനെ കാർ എന്നും കാറിനെ സ്കൂട്ടർ എന്നും സ്കൂട്ടറിനെ ബൈസിക്കിൾ എന്നും പറഞ്ഞാൽ കൃഷി സ്ഥലം ഉഴുതുമറിക്കാൻ ഉപയോഗിക്കുന്ന വാഹനം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കൃഷി സ്ഥലം ഉഴുതുമറിക്കാൻ ഉപയോഗിക്കുന്ന വാഹനം ഏതാണ്, ട്രാക്ടറാണ് അല്ലേ. പക്ഷേ ട്രാക്ടർ എന്നാണോ ഇവിടെ തന്നിരിക്കുന്നത്, അല്ല, ഓരോന്നിനും കോഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ട്രാക്ടറിനെ കാർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും, കൃഷിസ്ഥലം ഉഴുതുമറിക്കാൻ ഉപയോഗിക്കുന്ന വാഹനം എന്ന് പറയുന്നത് ട്രാക്ടറാണ്. അതിനെ കോഡ് ചെയ്തിരിക്കുന്നത് കാറുമായിട്ടാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കോഡ് ഭാഷയിൽ ലേറ്റിനെ 38 എന്ന് പറഞ്ഞാൽ മേക്കിനെ എന്ത് പറയാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നിനും കോഡായതുകൊണ്ട് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആണ്, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്, ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ്, ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. 38 കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 12 പ്ലസ് 1 പ്ലസ് 20 പ്ലസ് 5. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ 5, 2, 7, 1, 8, 2, 1, 3, 38 എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത്, ഇവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് ആഡ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് മേക്കിന് ഇതേപോലെ നമുക്ക് ചെയ്യാമല്ലോ. മേക്ക് എന്ന് പറയുന്നത് എന്താവും, എമ്മിന് 13 ആണ്, എക്ക് 1 ആണ്, കെക്ക് 11 ആണ്, ഇക്ക് 5 ആണ്. എല്ലാം കൂട്ടിയിട്ട് ആഡ് ചെയ്യുന്നു. 13 പ്ലസ് 1 പ്ലസ് 11 പ്ലസ് 5 ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 5, 1, 6, 1, 7, 3, 10, 1, 1, 2, 1, 3, 30 എന്ന ആൻസർ കിട്ടും. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കോഡ് രീതിയിൽ ബീം എന്നതിനെ 5 പിന്നെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, പിന്നെ സ്റ്റാർ കെ എന്ന് തന്നിട്ടുണ്ട് എന്നും കമ്മിനെ ഡോളറിൻ്റെ സിമ്പിൾ തന്നിട്ടുണ്ട്, 7K പെർസെൻറ്റേജിൻ്റെ സിമ്പിൾ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബോംബിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബീമിനെ ഒരു തരത്തിൽ എഴുതിയിട്ടുണ്ട്, കമ്മിനെ ഒരു തരത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ആൽഫബറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ബോംബ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും, ബിക്ക് എന്താണ് 5 ആണ് അല്ലേ. അപ്പോൾ 5 എന്ന് വരും. നെക്സ്റ്റ് ഒ ആണ്, ഒക്ക് കറസ്പോണ്ടിങ് ഏതായിട്ടായിരിക്കും 7 ആണ്. എമ്മിന് എന്താണ്, ബീമിൽ എം ഉണ്ട്, എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് കെ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ നെക്സ്റ്റ് ബി ആണ്, ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 5 എന്നാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 5, 7, K 5 എന്നാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടി ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്